PDPയുടെ ഏറ്റവും കരുത്തരായ മുന്നണി പോരാളികളായ പ്രവർത്തകരെ, നമ്മുടെ ഈ ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീ വർക്കല രാജൻ, അതുപോലെ തന്നെ ശ്രീ അഷ്റഫ് വാഴക്കാല, ശ്രീ മുഹമ്മദ്, ശ്രീ മുജീബ് റഹ്മാൻ, ശ്രീമതി ശശികുമാരി വർക്കല തുടങ്ങി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള മാധ്യമ പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ ഒരു കറുത്ത ദിനത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന്. ഇന്ത്യയിലെമ്പാടുമുള്ള ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും സാഹോദര്യത്തിലും സാമൂഹ്യ നീതിയിലും വിശ്വസിക്കുന്ന ജനസാമാന്യം ഒന്നാകെ ഈ ദിനം പല രീതിയിൽ സ്മരിക്കുന്നത്. ഇന്ന് വിവിധങ്ങളായിട്ടുള്ള കൂട്ടായ്മകൾ 1992 ഡിസംബർ 6 ഇന്ത്യൻ ഭരണഘടനയെ തന്നെ നഗ്നമാക്കിക്കൊണ്ട്, കശാപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടം എടുത്തിട്ടുള്ള നിലപാടിന്റെ, ചില തെറ്റായ നിലപാടിന്റെ ഭാഗമായി നമ്മളെയൊക്കെ, ജനാധിപത്യ വിശ്വാസികളെയൊക്കെ അത്യന്തം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് നടന്ന അതിദാരുണമായ ഒരു സംഭവത്തെ ഭയത്തോടും എന്നാൽ ജാഗ്രതയോടും കൂടിയാണ് നമ്മൾ നേരിടുന്നത്. ഇവിടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയിലെ വിവിധങ്ങളായ കൂട്ടായ്മകൾ, മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ആധുനിക കാലത്തെ പ്രത്യേകതകളും സമകാലീന സംഭവങ്ങളും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ ദിവസത്തെ ഭീതിയോടും ജാഗ്രതയോടും കൂടി തന്നെയാണ് കാണുന്നത്. ഇത് കേവലം ഏതെങ്കിലും ഒരു മതവിശ്വാസികളുടെ പ്രശ്നം ആയിട്ടല്ല ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ ഈ സംഭവത്തെ കാണുകയും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള RSSന്റെ സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിലുള്ള NDAയുടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്താകമാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ കശാപ്പുകളെ, മതനിരപേക്ഷ കശാപ്പുകളെ അത്യന്തം ജാഗ്രതയോടുകൂടി കാണുകയാണ്. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യക്ക് മഹത്തായ ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച മഹാനായ BR അംബേദ്കറിന്റെ സ്മരണ ദിനം കൂടിയാണ്. നമുക്കറിയാം, 1949 നവംബർ 26, കഴിഞ്ഞ മാസം നവംബർ മാസം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടിട്ട് 75 വർഷം നമ്മൾ അനുസ്മരിച്ചു. 1949 നവംബർ 26 ഭരണഘടന ഇന്ത്യക്ക് സമ്മാനിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട്, ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദരണീയനായ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു, വൈരുദ്ധ്യങ്ങളുടെ ഒരു സമൂഹത്തിലേക്കാണ് ഈ മഹത്തായ നിയമം ഞങ്ങൾ സംഭാവന ചെയ്യുന്നത്, മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രവുമല്ല, അത്യന്തം മഹത്തായ ഒരു നിയമത്തെയാണ്, ഒരു ഭരണഘടനയെയാണ് ലോകത്തിന് മുൻപിൽ ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ആ ഭരണഘടന ഏറ്റവും നല്ലതാണ്, ഏറ്റവും മഹത്തരമാണ്. പക്ഷേ അത് കൈകാര്യം ചെയ്യുന്നവർ മോശപ്പെട്ടവരാണെങ്കിൽ ഈ ഭരണഘടനയും മോശപ്പെടും.
എന്ന ഒരു മുൻകരുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുൻപാകെ അദ്ദേഹം 1949 നവംബർ മാസത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. എത്രയോ ദീർഘവീക്ഷണത്തോടുകൂടിയാണ് ഡോക്ടർ BR അംബേദ്കർ അത് പറഞ്ഞത് എന്ന് ഇന്ന് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ രാഷ്ട്രീയ വശത്തെ, മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ, ജനാധിപത്യ വിശ്വാസത്തെ ഒക്കെ നോക്കിക്കാണുമ്പോൾ നമ്മൾ കരുതുന്നു ഡോക്ടർ BR അംബേദ്കർ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഏറ്റവും മഹത്തായ ഭരണഘടന ഏറ്റവും മോശപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മറ്റൊരു ദുരന്തത്തിന്റെ കറുത്ത സ്മരണ ഇന്ന് പുതുക്കുന്നത്. ഇവിടെ ബഹുമാന്യനായ ശ്രീ വർക്കല രാജൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ കടയ്ക്കൽ കത്തിവെച്ച 1992 ഡിസംബർ 6 അതിഭീകരമായ അഭീകര പ്രവർത്തനം ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, ഇന്ത്യൻ മതനിരപേക്ഷതയെ സംബന്ധിച്ച്, ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീകരമായൊരു പ്രവർത്തനമാണ് അയോധ്യയിൽ ബാബറി പള്ളിയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നത് എന്ന് നമുക്ക് അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് കേവലം 1992 ഡിസംബർ 6 യാദൃശ്ചികമായി സംഭവിച്ച ഒരു കാര്യമല്ല എന്ന് എനിക്കും നിങ്ങൾക്കും, നമ്മുടെ ഈ പരിപാടിയെ ശ്രവിക്കുന്ന ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും, ഓരോ മതനിരപേക്ഷ ഇന്ത്യക്കാരിക്കും ബോധ്യപ്പെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് കോൺഗ്രസിലേക്ക് RSSകാർക്ക് കടന്നു വരാം. ഇന്നലെ വരെ RSS ആയി ഇരുന്ന, ഇന്നലെ വരെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും പരക്കെ ചീത്ത പറഞ്ഞ് ഇന്ത്യയുടെ മതനിരപേക്ഷതയെ ആക്ഷേപിച്ച് ഇന്ത്യയുടെ പ്പെട്ടിരുന്നുവെങ്കിൽ മാത്രവുമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ എടുത്ത അതിശക്തമായൊരു തീരുമാനം ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിലേക്ക് RSSകാർക്ക് കടന്നുവരാൻ അനുവാദം കൊടുക്കരുത് എന്നുള്ള തീരുമാനമായിരുന്നു. 1949 നെഹ്റു വിദേശയാത്ര നടത്തുന്ന സമയത്ത് പ്രത്യേകമായി AICC വിളിച്ചു ചേർക്കുകയും ആ നേതൃത്വത്തിലുള്ള RSS പിന്നെ പിന്തുണയ്ക്കുന്ന, ഹിന്ദുത്വയെ പിന്തുണയ്ക്കുന്ന അന്നത്തെ കോൺഗ്രസ് നേതൃത്വം നെഹ്റുവിന്റെ നേതൃത്വത്തിലെടുത്ത ആ തീരുമാനത്തെ മാറ്റിവെച്ചുകൊണ്ട് ഉള്ള ഒരു തീരുമാനമെടുക്കുകയും RSS ആയാലും ഹിന്ദു പരിഷത്തായാലും ഹിന്ദു മഹാസഭയായാലും ആർക്കും കോൺഗ്രസിലേക്ക് കടന്നു വരാം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അതിന്റെ തിക്തഫലം അനുഭവിക്കുകയാണ്. എന്താണ് കോൺഗ്രസിന്റെ നയം? മതനിരപേക്ഷതയെ സംബന്ധിച്ച്, ജനാധിപത്യത്തെ സംബന്ധിച്ച് എന്ത് നയമാണ് കോൺഗ്രസ് അന്ന് മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് എന്റെയും നിങ്ങളുടെയും മുൻപിൽ പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. 1992 PV നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് 16 ഭാഷകൾ അതിഗംഭീരമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്രധാനമന്ത്രിയായി ഡൽഹിയിലെ സിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ മഹിടോദാഹരണമായ
446 വർഷക്കാലത്തോളം ഇന്ത്യയിലെ മുസ്ലിമുകൾ 5 നേരം നിസ്കരിച്ചിരുന്ന അവരുടെ പരിപാവനമായ മോസ്ക് തകർക്കപ്പെടുന്നത്. നിങ്ങൾ ഹിന്ദിയിൽ പറയണ്ട, ഇംഗ്ലീഷിലും പറയണ്ട, നിങ്ങൾക്കറിയാവുന്ന ഈ 10-16 ഭാഷകളിൽ ഏതെങ്കിലും ഒന്ന് അരുതേ കാട്ടാളന്മാരെ എന്ന് പറയാൻ അന്നത്തെ ഇന്ത്യ ഭരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ശ്രീ PV നരസിംഹറാവുവിന് കഴിഞ്ഞില്ല. ചരിത്രം പറയുന്നത് എന്താ? ഒരു കാലത്ത് RSSന്റെ ശാഖയിൽ പഠിക്കാൻ പോയ, പരിശീലനത്തിന് പോയിരുന്ന മനുഷ്യന്റെ പേരായിരുന്നു അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ PV നരസിംഹറാവു. അദ്ദേഹം കമ എന്നൊരക്ഷരം മിണ്ടിയില്ല. കാരണം എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ സംഘമനസ്, സംഘികളുടെ മനസ്സ്, ആ മനസ്സ് ഹിന്ദുത്വയെ മനസ്സാവരിച്ച ഒരു മനസ്സ്, ആ മനസ്സിന്റെ മൗനാനുവാദത്തോടു കൂടിയായിരുന്നു പ്രിയമുള്ളവരെ 500 വർഷക്കാലത്തിലേറെ പഴക്കമുള്ള ബാബറി പള്ളി പൊളിക്കപ്പെടുന്നത്. എന്തായിരുന്നു ഈ കാര്യത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന, മതനിരപേക്ഷവാദിയായിരുന്ന, സോഷ്യലിസ്റ്റ് ആയിരുന്ന, പല കാര്യങ്ങളിലും നെഹ്റുവിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ നയങ്ങളെ കുറിച്ച്, കേരളത്തിന്റെ ആദ്യത്തെ ഇലക്ട് ചെയ്യപ്പെട്ട ഗവൺമെന്റിനെ പിരിച്ചുവിടുന്ന കാര്യത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തോട് വിയോജിപ്പുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം എടുത്ത നിലപാടെന്തായിരുന്നു? 1949 ഇവിടെ ഒരു ബാലരാമന്റെ ഒരു വിഗ്രഹം കിട്ടിയിട്ടുണ്ട് എന്ന് നെഹ്റുവിനോട് അന്നത്തെ ആ പ്രദേശത്തെ മജിസ്ട്രേറ്റ് ആയിരുന്ന, ഭരണാധികാരിയായിരുന്ന, ജില്ലാ ഭരണാധികാരിയായിരുന്ന മലയാളി കൂടിയായിട്ടുള്ള KK നായർ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് ഇരു ചെവി അറിയാതെ സരയൂ നദിയിൽ എറിയൂ എന്നാണ്. പക്ഷെ പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു, 446 വർഷക്കാലത്തോളം ഒരു പ്രത്യേക മതവിഭാഗം, മുസ്ലിം മതവിഭാഗം, ആരാധനയ്ക്കായി ഈ ബാബറി പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന ആ ഇടത്തിൽ തന്നെ പൂജ നടത്താൻ ഉള്ള അനുവാദം കൊടുക്കുകയാണ്. 1984 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രധാനമന്ത്രി സ്ഥാനം മോഹിച്ച് കടന്നുവരുന്ന ശ്രീ രാജീവ് ഗാന്ധി, അദ്ദേഹം എടുത്ത നിലപാടെന്തായിരുന്നു? ഞാൻ അധികാരത്തിൽ വന്നാൽ ഇവിടെ രാമക്ഷേത്രം പണിയും എന്നുള്ളതായിരുന്നു. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പഠിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അന്ന് RSS പോലും BJPയുടെ കൂടെ ആയിരുന്നില്ല. മറിച്ച് BJPയേക്കാൾ തീവ്രമായ നിലപാട്, പള്ളി പൊളിക്കുമെന്നുള്ള ഉറപ്പ്, പൊളിച്ചാൽ തന്നെ അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നുള്ള ഉറപ്പ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുന്നിലേക്ക് വെച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്നത്തെ നേതാവും പ്രധാനമന്ത്രി പദം മോഹിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ശ്രീ രാജീവ് ഗാന്ധിയുമായിരുന്നു. ആ രാജീവ് ഗാന്ധിക്കാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് RSS പോലും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വോട്ട് ചെയ്തത്. 1989 ബാബറി പള്ളിക്കകത്ത് ശിലാന്യാസം നടത്താൻ അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ബാബറി മസ്ജിദ് എന്നുള്ളത് ഒരു തർക്ക വിഷയമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് കൊണ്ടുവരാൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഈ സ്വഭാവ സവിശേഷതയെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, സംശയമാണ്. ഈ സ്വഭാവ വൈകൃതം മുന്നേ മനസ്സിലാക്കിയത് കൊണ്ടാവാം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞു, അത് മാത്രമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്ത ആ പാർട്ടി അതിന്റെ കടമ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതിനെ പിരിച്ചുവിടണം എന്ന് മഹാത്മാവ് പറയാനുള്ള കാരണം നമുക്ക് അന്ന് മനസ്സിലായില്ല. ഒരുപക്ഷെ അന്ന് മനസ്സിലാകാത്തവർ ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ഇന്ത്യയുടെ മതനിരപേക്ഷതയോട്, ഇന്ത്യൻ ജനാധിപത്യത്തോട്, അതിനെ 30 വെള്ളിക്കാശിന് കിട്ടുന്നിടത്തൊക്കെ വിൽക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യത്തെമ്പാടുമുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ കോപ്രായങ്ങൾ കാണുമ്പോ, വഷളത്തരങ്ങൾ കാണുമ്പോ നമുക്ക് മനസ്സിലാകുന്നത് അന്ന് ഗാന്ധിജി പറഞ്ഞ പച്ച പരമാർത്ഥത്തിന്റെ പൊരുളാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ബാബറി മസ്ജിദിന്റെ ചരിത്രം, അതിന്റെ നാൾവഴികൾ
ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് ആണോ, RSS ആണോ, വിശ്വ ഹിന്ദു പരിഷത്താണോ, അല്ലെങ്കിൽ സംഘപരിവാരമാണോ, ആരാണ് അതിന്റെ പൈതൃകം? ഞങ്ങളാണ് അതിന്റെ പൈതൃകം. ഈ കാലത്ത് ഇപ്പോ വയനാട്ടിൽ നിന്ന് ശ്രീമതി പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അവരും പോകാൻ തയ്യാറായല്ലോ. എന്റെ അച്ഛനാണ് രാമക്ഷേത്രം പണിയാൻ നേതൃത്വം കൊടുത്തത് എന്നവർ പച്ചയായി പറഞ്ഞല്ലോ. ഞങ്ങളാണ് അതിന്റെ ആ പൈതൃകത്തിന്റെ, ആ ഒസ്യത്തിന്റെ നേരവകാശികൾ ഞങ്ങളാണ്, RSS അല്ല, കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞല്ലോ. പലരും സ്വർണ്ണ ഇഷ്ടികയുമായി, വെള്ളി ഇഷ്ടികയുമായി ക്യൂ നിന്നല്ലോ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഇന്ത്യയുടെ, നമ്മുടെ ഭരണഘടനയുടെ ആശയത്തോട്, ഇന്ത്യൻ രാഷ്ട്രീയത്തോട്, ഇന്ത്യയുടെ ജനാധിപത്യത്തോട് എന്ത് പ്രതിബദ്ധതയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്നുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇന്നുമില്ല, ഇന്നലെയും ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം വിളിച്ചു പറയുകയാണ്. നോക്കൂ, നമ്മളിപ്പോ അല്പമെങ്കിലും സമാധാനിച്ചിരുന്നത് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടനയാകെ പൊളിച്ചെഴുതാം എന്ന് വ്യാമോഹിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട സംഘപരിവാർ കൂട്ടങ്ങൾ, ആ കൂട്ടങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭരണഘടനയെ, ഞങ്ങളുടെ നിലനിൽപ്പിന്റെ, നിങ്ങളിവിടെ ഒരു പ്രതിജ്ഞയെടുത്തല്ലോ, ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഏതറ്റം വരെയും ഞങ്ങൾ പോകും, മറ്റൊരാളുടെയും അവകാശങ്ങൾ ഹനിക്കാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല, ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും സാഹോദര്യവും നീതിയും ഒക്കെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും, അതിനുവേണ്ടി അവസാന ശ്വാസം വരെയും ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ള അർത്ഥം ദ്യോതിപ്പിക്കുന്ന പ്രതിജ്ഞയാണ് നിങ്ങൾ ഇവിടെ എടുത്തത്. ആ പ്രതിജ്ഞ അതേ ശ്വാസത്തിൽ എടുത്ത ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ തീരുമാനിച്ചു, ഇന്ത്യൻ ഭരണഘടന ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ട് 400 സീറ്റ് മോഹിച്ച് ഇലക്ഷനെ നേരിട്ട BJPക്ക് 300 പോലും തികയ്ക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ അനുവാദം കൊടുത്തില്ല. അതുകൊണ്ടാണ് ഇന്നും ഇന്ത്യൻ ഭരണഘടന നിലവിലുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞത്. നിലവിലുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ, ഇൻവെർട്ടഡ് കോമ, ഭരണഘടനയ്ക്കെതിരല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ മണിപ്പൂരിൽ കണ്ടു, 2 പെൺകുട്ടികൾ നഗ്നകളായി കീറിപ്പറിക്കപ്പെട്ട ചിത്രവും അതിന്റെ വീഡിയോയും അതിന്റെ വാർത്തകളും നമ്മുടെ മനസ്സിനെയൊക്കെ, നമ്മുടെ കരളിനെയൊക്കെ കീറിപ്പറിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത് നമ്മൾ കണ്ടു. ഏതാണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അവസ്ഥ ഇന്നതാണ്. ഭരണഘടന റീപ്ലേസ് ചെയ്തിട്ടില്ല, പക്ഷേ ആ ഭരണഘടനയെ അർദ്ധനഗ്നയാക്കിക്കൊണ്ട് അതിനെ കീറിപ്പറിക്കുന്ന ഒറീസയിലെ പെൺകുട്ടികൾ നേരിട്ട അതേ അവസ്ഥ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് ഇന്ത്യയിലാകെ ഇന്ന് നേരിടുന്നുണ്ട്. കാരണം എന്താ? 1992 ഡിസംബർ 6 ബാബറി പള്ളി തകർത്തു. അത് തകർത്തതാണ് എന്ന് സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, നിരീക്ഷിച്ചു. ആ ചെയ്തത് അതിക്രൂരമായ മതനിരപേക്ഷ കശാപ്പാണ്, ജനാധിപത്യ ധ്വംസനമാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിച്ചു. അപ്പൊ എല്ലാം തെറ്റാണ് എന്ന് കോടതി നിരീക്ഷിക്കുകയും, എന്നാൽ അവിടെ രാമക്ഷേത്രം പണിതോളൂ, നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പള്ളി പണിതോളൂ, ഇതായിരുന്നു സുപ്രീം കോടതി അന്നെടുത്ത തീരുമാനം. ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾ, ജനാധിപത്യ വിശ്വാസികൾ എന്ത് സമാധാനിച്ചു? നമ്മുടെയൊക്കെ ഹൃദയം നീറി ആ വിധി കേട്ട്. കാരണം അത് ഇന്ത്യയിലെ 20% വരുന്ന മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇന്ത്യയിൽ മതനിരപേക്ഷത നിലനിൽക്കേണ്ടത് ഇന്ത്യയിൽ 6ഓളം വരുന്ന മതത്തിൽ വിശ്വസിക്കുന്നവരുടെ പ്രശ്നമാണ്. ഏതാണ്ട് 1600 വരുന്ന ജാതിക്കൂട്ടങ്ങളിൽ തളയ്ക്കപ്പെട്ട മനുഷ്യരുടെ സമത്വത്തിനു വേണ്ടിയുള്ള നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇന്ത്യയുടെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള സകലമാന മനുഷ്യരുടെയും, അവർ ദൈവവിശ്വാസികളാവാം, അല്ലാതിരിക്കാം, പ്രശ്നമില്ല. കാരണം ഇന്ത്യൻ മതനിരപേക്ഷത നമ്മുടെ ജീവന് തുല്യമായി കാക്കണം. കാരണം വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്പിൽ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ, മതേതരത്വം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റും ഭരണകൂടത്തിൽ നിന്ന് മതത്തെ ഒഴിച്ചു നിർത്തൽ മാത്രമാണ്. പക്ഷെ ഇന്ത്യക്കകത്ത്
മതനിരപേക്ഷത കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംസ്കാരമാണ്. അപ്പൊ ഇന്ത്യൻ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ കേവലമായി സ്റ്റേറ്റിനെയും അല്ലെങ്കിൽ ഭരണകൂടത്തെയും മതവിശ്വാസികളെയും വേർതിരിച്ചു നിർത്തൽ മാത്രമല്ല, മറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അതിമഹത്തായ സംസ്കാരം. ആ സംസ്കാരമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷത. അതുകൊണ്ട് ആ മതനിരപേക്ഷതയെ തകർക്കുന്ന ആദ്യത്തെ പരിപാടി അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന നിലനിൽ വന്നതിന് ശേഷം ആദ്യത്തെ വിധ്വംസക പ്രവർത്തനമായിരുന്നു 92 സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ആ സംഭവം കേവലം മുസ്ലിങ്ങളുടെ മതന്യൂനപക്ഷക്കാരുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് 100% വരുന്ന, ഒരുപക്ഷെ അതിൽ മാറ്റി നിർത്തിയേക്കാവുന്ന രാഷ്ട്രീയ അധികാരം മാത്രം, പണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചുരുക്കം ചില ഫാസിസ്റ്റുകൾ ഒഴിച്ച് ബാക്കിയുള്ള കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ ജീവൻ മരണ പോരാട്ടത്തിന്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, അന്ന് ആ കോടതി വിധിയെ നമ്മൾ ഹൃദയവേദനയോടുകൂടിയാണെങ്കിൽ പോലും രാജ്യത്ത് സമാധാനം നിലനിൽക്കട്ടെ. ഇപ്പൊ ഈ അടുത്ത ദിവസം ആരാണെന്ന് ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയി, ഇന്ത്യയിൽ ഇന്ന് മതനിരപേക്ഷതയും ജനാധിപത്യവും സമാധാനവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മതന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളുടെ മനോബലത്തിന്റെ പുറത്താണ്. കാരണം നിരവധിയായ ആക്രമണങ്ങൾ, നിരവധിയായ പള്ളികൾ, കാശി മധുര ബാക്കി ഹേ മുദ്രാവാക്യങ്ങൾ, ഇപ്പോ സമ്പൽ പള്ളി, അജ്മീറിലെ ദർഗ, ഇങ്ങനെ ജുമാ മസ്ജിദ്, ഡൽഹിയിലെ ജുമാ മസ്ജിദ് ഉൾപ്പെടെ ആയിരക്കണക്കിന് പള്ളികളെ ഇങ്ങനെ എന്താ പറയാ സ്റ്റാമ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ അവിടെ അതിനടിയിലൊക്കെ സർവേ നടത്തണം. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു നിയമവാഴ്ചയുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചാൽ നമ്മളെ കുറ്റം പറയാൻ കഴിയുമോ? ഇന്ത്യയിൽ ഒരു ഭരണകൂട വ്യവസ്ഥിതി നിലനിൽക്കുന്നുണ്ടോ എന്ന് സംശയിച്ചാൽ, ആരെങ്കിലും അങ്ങനെ സംശയിച്ചാൽ നമ്മളെ കുറ്റം പറയാൻ കഴിയുമോ? ഇന്ത്യയിലെ എല്ലാ ജനസാമാന്യവും, എല്ലാ വിഭാഗം ജനങ്ങളും നീതി നിഷേധിക്കപ്പെടുമ്പോ നമ്മൾ ആശ്രയിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത കോടതിയും കോടതികളും നമുക്ക് അതേപോലെ ആശ്രയിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ സംശയിച്ചാൽ അത് കോടതിയെ ലക്ഷ്യമാകുമോ? കാരണം അങ്ങനെ സംശയിക്കത്തക്ക രീതിയിലാണ് ഇന്ത്യയിലെ ഓരോ മുക്കിനും മൂലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഒരു നിയമം 91 കൊണ്ടുവന്നു. എന്തായിരുന്നു ആ നിയമം പറഞ്ഞത്? ബാബറി മസ്ജിദിന്റെ തർക്ക പ്രശ്നം ഒഴികെ 1947 ആഗസ്റ്റ് 15 ഇന്ത്യയിൽ ഏതെല്ലാം മതത്തിന്റെ ആരാധനാലയങ്ങൾ നിലവിലുണ്ടോ അത് അതേപോലെ തന്നെ നിലനിർത്തണം. അതിന് ഒരാളും തർക്കപ്രശ്നം ഉന്നയിക്കാൻ പാടില്ല. അത് നിയമമാണ്. ആ നിയമത്തെയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഇന്ത്യയിൽ ഭരണകൂടത്തിന്റെ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിന്റെയും ജുഡീഷ്യറിയുടെയും ലെജിസ്ലേച്ചറിന്റെയും ഒക്കെ ഒത്താശയോടുകൂടി, നിർഭാഗ്യവശാൽ ഒന്നുകൂടി ഞാൻ പറയുന്നു, മാധ്യമങ്ങളുടെ അടക്കം ഒത്താശയോടുകൂടി ഈ ഇന്ത്യക്കകത്ത് കശാപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? 91 1947 ആഗസ്റ്റ് 15 ഏതെല്ലാം ആരാധനാലയങ്ങൾ ഇന്ത്യക്കകത്ത്, സ്വതന്ത്ര ഇന്ത്യക്കകത്ത് നിലനിൽപ്പുണ്ടോ ആ ആരാധനാലയങ്ങളുടെ സ്വഭാവത്തെയോ അതിന്റെ രീതിയെയോ അതിന്റെ ഭാവത്തെയോ മാറ്റാൻ ഒരു മനുഷ്യനും അവകാശമില്ല. അത് സംരക്ഷിക്കപ്പെടും എന്ന ഉറപ്പാണ് ഇന്ത്യയിലെ ജനകോടികൾക്ക് ഇന്ത്യൻ പാർലമെന്റ് കൊടുത്തത്, നിയമവ്യവസ്ഥ കൊടുത്തത്. അതിനുശേഷം ഇപ്പൊ എത്രണ്ണം സർവേ ആയി? ഗ്യാൻവാബി പള്ളി 2022 ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ചന്ദ്രചൂഡ് അദ്ദേഹം തന്നെയാണ് എന്ത് പറഞ്ഞത്? ഈ 91 നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള വിധിക്ക് ഭാഗവാക്കാക്കി പറഞ്ഞത് ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. 47 ആഗസ്റ്റ് 15 എന്താണോ ആ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് പറഞ്ഞ അദ്ദേഹം തന്നെയാണ് 2022 ഗ്യാൻവാബി പള്ളിയുമായി ബന്ധപ്പെട്ട് തർക്കം വന്നപ്പോ അവിടെ സർവേ നടത്താൻ അനുവാദം. അടുത്തത് നമ്മളിപ്പോ കാണുന്നു ഉത്തർപ്രദേശിലെ സമ്പൽ പള്ളിയിൽ വീണ്ടും അതിന്റെ
ആ പള്ളിയുടെ കമ്മിറ്റിയെ അറിയിക്കുകയോ അവർക്ക് നോട്ടീസ് കൊടുക്കുകയോ ആ തർക്കം എന്താണെന്ന് അവരോട് തുറന്നു പറയാൻ തയ്യാറാവുകയോ ചെയ്യാതെ ഞങ്ങൾ എന്തും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യത്വ വിരുദ്ധമായ രീതിയിൽ കുറെ കാട്ടാളന്മാർ ഈ രാജ്യത്ത് ചില സ്ഥലങ്ങളിൽ കയറി നിരങ്ങുകയാണ്. അത്തരം കാട്ടാളത്വത്തിന് ഇന്ത്യയുടെ സുപ്രീം കോടതി നിർഭാഗ്യവശാൽ ചുട്ടുപിടിക്കുന്നു. അതല്ലേ നമ്മളിപ്പോ കാണുന്നത്? സർവേ നടത്തുന്നു. ഇപ്പൊ സർവേ നടത്താൻ വന്ന ഈ ആളുകളുമായി ആ പ്രദേശത്തുള്ള വിശ്വാസികളും ആ പ്രദേശത്തെ ജനങ്ങളും തർക്കം നടക്കുന്നു. 5 പേര്. അപ്പൊ തർക്കം ഉന്നയിച്ച ആളുകളെ, ഞങ്ങളുടെ ആരാധനാലയത്തിൽ എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വന്നവരെ വെടിവെച്ചു കൊല്ലുന്നു. ആ ആരാധനാലയത്തിന്റെ അടിവേര് തോണ്ടാൻ വന്നവരെ ഇന്ത്യൻ പട്ടാളം, ഇന്ത്യൻ ഭരണകൂടം, ഇന്ത്യൻ ജുഡീഷ്യറി സംരക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ആരെയാണ് ആശ്രയിക്കേണ്ടത്? നമ്മൾ ഇന്നലെ വരെ പരമോന്നത നീതി നമുക്ക് ലഭിക്കും, ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും ഇന്ത്യൻ ജനതയുടെ നീതി നിഷേധിക്കപ്പെടുമ്പോ നമുക്ക് ഓടിയെത്താവുന്ന ആശ്രയമാണ് നമ്മുടെ നീതിപീഠം എന്ന് വിശ്വസിച്ചിരുന്ന നമ്മൾ ഇന്ത്യക്കാർ ഇനി വിശ്വസിക്കാൻ കഴിയുമോ? ഈ അടുത്ത ദിവസം ദുഷ്യന്ത് ദവെ എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ, അദ്ദേഹം കാരവൻ പത്രത്തിന്റെ എഡിറ്റർ കൂടിയായിട്ടുള്ള കിരൺ ഡാപ്രയുമായി ഒരു അഭിമുഖം നടത്തുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ അഭിമുഖം നടത്തുമ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ മതനിരപേക്ഷതയെ കുറിച്ച്, ഈ സമ്പൽ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ കുറിച്ച്, ബാബറി മസ്ജിദിനെ കുറിച്ച് ഒക്കെ സംസാരിക്കുന്ന, ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ സീനിയറായ പ്രായം ചെന്ന അഭിഭാഷകൻ അതിന്റെ മുന്നിലിരുന്ന് ഹൃദയം പൊട്ടിക്കരയുകയാണ്. അദ്ദേഹം ഒരു ഹിന്ദുമത വിശ്വാസിയാണ്, ഒരു ബ്രാഹ്മണനാണ്. ഹിന്ദുമത ആശയങ്ങളെ അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുകയാണ്. പക്ഷെ അപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയോർത്ത്, അവരുടെ ഭാവിയോർത്ത്, ഇന്ത്യയുടെ മതനിരപേക്ഷതയോർത്ത്, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഭാവിയോർത്ത് എനിക്ക് ഉറക്കമില്ല. ഞാൻ രാത്രിയിൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് എനിക്ക്. ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നതും, ഞാനിങ്ങനെ വിഷമിക്കുന്നതും, ഞാനിങ്ങനെ വിങ്ങിപ്പൊട്ടുന്നതും കണ്ടിട്ട് എന്റെ ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നോക്കൂ, നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആദിയാണ്, വ്യാധിയാണ് ഇന്ത്യൻ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായിട്ടുള്ള ഈ ദുഷ്യന്ത് ദവെ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ വർഷമാണല്ലോ ബാബറി പള്ളിയുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവന നടത്തുന്ന സമയത്ത് അതിലൊരു അംഗമായിട്ടുള്ള, ഡിവിഷൻ ബെഞ്ചിൽ അംഗമായിട്ടുള്ള അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡ് അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ബാബറി പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി നടക്കുന്ന സമയത്ത് കുറെ മാസക്കാലം ഞങ്ങൾ ഇങ്ങനെ ഇതിന്റെ നീതിക്ക് ഉത്തരം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു നടന്നു. എന്ത് നീതിയാണ് വിധിക്കേണ്ടത് എന്നുള്ള ഉത്തരം ലഭിക്കാതെ ഞങ്ങൾ അലഞ്ഞു നടന്നു. അപ്പോഴാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അങ്ങനെയാണ് എനിക്ക് കൃത്യമായൊരു വിധി രേഖപ്പെടുത്താൻ വെളിവ് ലഭിച്ചത്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ഇത് പ്രസ്താവിച്ചത് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. ഏത് ദൈവത്തോടാണ് അദ്ദേഹം നീതി അഭ്യർത്ഥിച്ചത്? ആ ദൈവം ആർക്കു വേണ്ടിയാണ് നീതി വിധിച്ചത്? അങ്ങനെ നീതി വിധിച്ചപ്പോ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനാധിപത്യ വിശ്വാസികൾ, മതനിരപേക്ഷ വിശ്വാസികൾ, ന്യൂനപക്ഷങ്ങൾ ആ വിധിയിൽ കിടന്ന് നീറിപ്പുകയുകയായിരുന്നു. അങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ, ഹൃദയത്തെ, ചിന്തയെ നീറ്റലുണ്ടാക്കുന്ന ദൈവത്തിന്റെ പേര് നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഞാനും നിങ്ങളും പല ദൈവത്തിന്റെ പേരുകൾ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ പല പേരുകൾ വിളിച്ച് സന്ധ്യാനാമം ജപിക്കുന്നു, കൊന്ത ജപിക്കുന്നു, നിസ്കരിക്കുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ഏതു പേര് വിളിച്ച ദൈവമാണെങ്കിലും എനിക്കൊരു ഉത്തരം തരണം. മറ്റുള്ളവന്റെ മനസ്സ് നീറ്റലുണ്ടാക്കുന്ന, മറ്റുള്ളവൻ നശിക്കട്ടെ എന്ന് വിചാരിക്കുന്ന, മറ്റുള്ളവനെ ശത്രുവായി കാണുന്ന ഒരു ദൈവത്തിന്റെ പേര് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്, ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അപ്പൊ ദൈവം പറഞ്ഞു ആ പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിയണം, അങ്ങനെ വിധിക്കൂ. നോക്കൂ,
ഇന്ത്യയുടെ നീതിപീഠം പോകുന്ന പോക്ക് എങ്ങോട്ടാണ്? എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മോസ്ക് അവിടെ അങ്ങ് ദൂരെ മാറി ഉണ്ടാക്കിക്കോളൂ. എന്താ ഇന്ത്യയിൽ ഉണ്ടായത്? ഇന്ത്യയിൽ ഒരു രാമക്ഷേത്രം നിർമ്മിച്ചു. സച്ചിദാനന്ദൻ മാഷ് പാടി എന്താ പറഞ്ഞത്? കൊന്നു തകർത്തു നിങ്ങളൻ പ്രിയ ദേവഗൃഹത്തെ, തകർത്തു നിങ്ങളൻ പ്രിയ ദേവഗൃഹത്തെ, ഉയർത്തി വെറുപ്പിന്റെ മഹാസൗധം, ഉയർത്തി വെറുപ്പിന്റെ മഹാസൗധം എന്ന അർത്ഥം വരുന്ന വരികൾ സച്ചിദാനന്ദൻ മാഷ് 2020 അയോധ്യയുടെ ആത്മകഥം എന്നുള്ളൊരു കവിതയിലൂടെ പാടി. വെറുപ്പിന്റെ ഒരു മഹാസൗധം ഇന്ത്യക്കകത്ത് തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ RSSന്റെയും സംഘപരിവാറിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യക്കകത്ത് നമ്മൾ കാണുന്നത്. വെറുപ്പിന്റെ മഹാസൗധം. ഇനി ആ മഹാസൗധം ഉദ്ഘാടനം ചെയ്യാൻ പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെല്ലുകയാണ്. ഇന്ത്യൻ പ്രസിഡന്റിനെ അവര് അടുത്ത് പോലും പ്രവേശിപ്പിക്കുന്നില്ല. ഇന്ത്യയുടെ പാർലമെന്റ് ഉദ്ഘാടന സമയത്ത് നമ്മൾ കണ്ടു, ഇന്ത്യയുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ ചെല്ലേണ്ടത്, ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രധാനമായും ചെല്ലേണ്ടത് ഉന്നത അധികാരത്തിലിരിക്കുന്ന ജനപ്രതിനിധികൾ. ഇന്ത്യൻ പ്രസിഡന്റിന് അവിടെ സ്ഥാനമില്ല. കാരണം മനുവാദമനുസരിച്ച് അവര് പറഞ്ഞത് അങ്ങനെയാണല്ലോ, ഇന്ത്യയുടെ ഭരണഘടനയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം ആ ഭരണഘടനയ്ക്കകത്ത് പതിറ്റാണ്ടുകൾ, ആയിരത്താണ്ടുകളുടെ പാരമ്പര്യം ഉദ്ഘോഷിക്കുന്ന മനുവിന്റെ ആശയങ്ങളില്ല. മനുവിന്റെ ആശയങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. സ്ത്രീയെയും നായയെയും ഒരേപോലെ കാണുന്നത്, സ്ത്രീക്ക് ഒരവകാശവുമില്ല എന്ന് പറയുന്നത്, സവർണ വിഭാഗത്തിനൊഴികെ നാട്ടിൽ നടക്കാനോ പൂജിക്കാനോ വിദ്യാഭ്യാസം ചെയ്യാനോ വേദം കേൾക്കാനോ പഠിക്കാനോ അവകാശമില്ല. അങ്ങനെ പഠിച്ചാൽ ചെവിയിൽ ഈയം ഒഴിക്കണം എന്ന് നിയമമുള്ള നിയമത്തിന്റെ പേരാണ് മനുസ്മൃതി. ആ മനുസ്മൃതിയുടെ അംശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടോ 745 പേജ് വരുന്ന പുതിയ മനുസ്മൃതി ആധാരമാക്കിയിട്ടുള്ള പുതിയ ഭരണഘടന ഇന്ത്യക്കകത്ത് തയ്യാറാക്കി ചൂടപ്പം പോലെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സന്യാസിമാരാൽ തീർത്ത ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇനി നോക്കൂ, ഇന്ത്യയിലെമ്പാടും വർഗീയ കലാപങ്ങൾ നടക്കുന്നു. എത്ര പേര്, എത്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ മലയാള മാധ്യമങ്ങൾ, മഞ്ഞപത്രങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടോ? ഈ അടുത്ത കാലത്ത് ഹിന്ദു ദിനപത്രത്തിലൂടെയാണ് കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ കാരവൻ പോലുള്ള പത്രങ്ങൾ, അതിനകത്ത് പറയുന്നു UP-യിലെ ഹസ്രത്ത് എന്ന് പറയുന്ന പ്രദേശം, UP-യിലെ ബഹ്റായിച്ച് എന്ന് പറയുന്ന ഒരു ജില്ല, ബഹ്റായിച്ചിൽ നിന്ന് ഒരു കാലത്ത് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ, നമ്മുടെ ശത്രുവായി പ്രവർത്തിക്കുന്ന ഇപ്പോഴത്തെ ഗവർണർ, അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചു വന്ന മണ്ഡലമാണ്. ഈ ബഹ്റായിച്ചിൽ വലിയൊരു കലാപം നടന്നു ഈ അടുത്ത കാലത്ത്, ഒക്ടോബർ മാസത്തിൽ. ആ കലാപത്തിന് ആധാരമായ വിഷയം എന്താ? അവിടെ ഗണേശോത്സവം നടക്കുന്നു. ഗണേശോത്സവത്തിന് ഗണേശ വിഗ്രഹത്തിന്റെ ഘോഷയാത്ര നടക്കുന്നു. ആ ഘോഷയാത്ര പോകാൻ കാലേ കൂട്ടി പോകുന്ന സ്ഥലത്തിന്റെ ആ ഷെഡ്യൂൾ ഈ സംഘപരിവാർ മാറ്റിമറിക്കുന്നു. എന്നിട്ട് പറയുന്നു, ബഹ്റായിച്ചിലെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം പള്ളിയുണ്ട്, ആ പള്ളിയുടെ മുന്നിലൂടെ തന്നെ ഈ ഘോഷയാത്ര കൊണ്ടുപോയാൽ മതി. അവർ നിശ്ചയിക്കുന്നു. ഭരണകൂടം, UP-യിലെ ഭരണകൂടം എന്താന്ന് നമുക്കറിയാലോ. യോഗി എന്ന് പേര് ചെയ്യുന്നത്, ഞാൻ പറയുന്നില്ല, മലയാളത്തിൽ അത് പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ചെയ്യുന്നത് എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത, പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി പ്രാഥമിക കൃത്യം പോലും ചെയ്യാൻ കഴിയാത്ത, പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചാൽ കൊല ചെയ്യപ്പെടുന്ന, ഇങ്ങനെ കാബാലികളുടെ ഒരു സംസ്ഥാനമായ, നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ ഓക്സിജൻ കിട്ടാതെ ആ സംസ്ഥാനത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മെഡിക്കൽ കോളേജുകളിൽ പോലും മരിച്ചു വീഴുന്ന, മനുഷ്യരെ കൃമികീടങ്ങളെ പോലെ കാണുന്ന ഒരു സംസ്ഥാനം. ആ സംസ്ഥാന ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഇത്തരം കാര്യങ്ങൾ നടത്തുന്നു. അവരിഷ്ടപ്പെട്ട സ്ഥലത്തുകൂടെ ഈ ഗണേശ വിഗ്രഹം കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോ വലിയ DJ പാട്ടുകൾ വെച്ചുകൊണ്ട്, ഒരു ദൈവമെന്ന് അവർ ആരാധിക്കുന്ന ഒരു വിഗ്രഹത്തെ കൊണ്ടുപോകുമ്പോ വലിയ DJ പാട്ടുകൾ വെക്കുന്നു. ആ പാട്ടിൽ തൊട്ടടുത്ത് ജീവിക്കുന്ന
തൊട്ടടുത്ത് കടകളിൽ കച്ചവടം നടത്തുന്ന മുസ്ലിം സഹോദരങ്ങളെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ കൂകി വിളിച്ചുകൊണ്ട് അവരെ പ്രകോപിപ്പിച്ചുകൊണ്ടാണ് ഈ ഗണേശ വിഗ്രഹത്തെ കൊണ്ടുപോകുന്നത്. അതിൽ രാം ഗോപാൽ സിംഗ് എന്ന് പറയുന്ന ഒരു കുട്ടി, 19 വയസ്സുകാരൻ, അവൻ ഈ കൂട്ടത്തിലുണ്ട്. അവൻ ഇതിന്റെ ആവേശം ഇരച്ചു കയറി തൊട്ടടുത്ത് കാണുന്ന ഒരു വീടിന്റെ മുന്നിലുള്ള ഒരു പച്ചക്കൊടി പറിച്ചെടുക്കുകയാണ്. പച്ചക്കൊടി ആ പീഠത്തിൽ നിന്ന് പറിച്ചെടുത്ത് ഒടിച്ച് അവൻ എറിയുകയാണ്. അവിടെ വലിയ സംഘർഷം നടക്കുന്നു. ഈ കുട്ടി, രാം ഗോപാൽ സിംഗ് എന്ന് പറയുന്ന കുട്ടി, വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. അങ്ങനെ കൊല്ലപ്പെടുന്ന രംഗം ആകെ വഷളാകുന്നു, പ്രശ്നകലുഷിതമാകുന്നു. ഇങ്ങനെ ഓരോ ആഘോഷങ്ങളെയും വലിയ തോതിൽ സംഘർഷഭരിതമാക്കുന്ന രംഗമാണ് രാജ്യത്തിന്റെ മുക്കിനും മൂലയിലും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നത്. ഈ കേസ് കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോ പറയുന്നത്, ന്യൂനപക്ഷങ്ങൾ അവർ വെറുക്കപ്പെടേണ്ടവരാണ്, ശത്രുക്കളാണ്. കോടതിയും അതിന് ഒത്താശ ചെയ്യുന്നു. ഈ സെപ്റ്റംബർ മാസത്തിൽ ഹരിയാനയിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. അവിടെ ദുർഗാഷ്ടമിയോടനുബന്ധിച്ച് ഇതുപോലെ ഘോഷയാത്ര നടക്കുന്നു. അവിടെയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ, മാണ്ഡ്യ ജില്ലയിൽ, അവിടെയും ഇതുപോലെ ദുർഗാഷ്ടമി ദിനത്തിൽ ഘോഷയാത്ര നടത്തുന്നു. അവിടെ വൊക്കലിംഗ സമുദായം, ദളിത് വിഭാഗം ഒക്കെ തിങ്ങിപ്പാർക്കുന്ന, മുസ്ലിങ്ങളും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തൂടെ ഘോഷയാത്ര നടത്തുന്നു. അവിടെ കലാപങ്ങൾ ഉണ്ടാകുന്നു. ഹരിയാനയിൽ മിശ്ര എന്ന് പറയുന്ന ഒരു കുട്ടി, 23 വയസ്സുകാരൻ, വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അവനെ വെടിവെച്ചത് കശ്യപ് എന്ന് പറയുന്ന വേറൊരു കുട്ടിയാണ്. ഈ കോടതിയിൽ കേസ് വന്നു. അപ്പൊ ഈ കൊലയാളി പറയുകയാണ്, എനിക്ക് അബദ്ധത്തിൽ ഒരു ഹിന്ദു കുട്ടിയെ കൊല്ലേണ്ടി വന്നു. മാത്രവുമല്ല, കോടതിയിൽ ഈ കേസ് വന്നപ്പോ ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ പിതാവിന്റെ കാൽക്കലേക്ക് ഈ കശ്യപ് എന്ന് പറയുന്ന 1-ാം പ്രതി സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, എന്താ കാര്യം? എനിക്കൊരു തെറ്റുപറ്റി, ഞാൻ അറിയാതെ ഒരു ബ്രാഹ്മണനെ കൊന്നു. കണ്ടോ, മനുസ്മൃതി പ്രകാരം ബ്രാഹ്മണ ഹത്യ എന്ന് പറയുന്നത് കൊടും പാപമാണ്. ബാക്കിയെല്ലാവരെയും കൊല്ലാം. അപ്പൊ ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ പറഞ്ഞു, അതെന്താ ഇന്ത്യയിൽ മുസ്ലിം കുട്ടികളുടെ ജീവന് വിലയില്ലേ? ഇവര് ചോദിക്കുകയാണ്, ഈ ബ്രാഹ്മണ സ്ത്രീ ചോദിക്കുകയാണ്, എന്റെ മകനെ കൊന്നു ശരി, പക്ഷെ ആ കൊലയാളി പറഞ്ഞ ന്യായം, ഞാൻ അബദ്ധത്തിൽ ഒരു ബ്രാഹ്മണ യുവാവിനെ കൊന്നു, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, ഈ പ്രശ്നങ്ങളെ ഒക്കെ നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ, മതത്തിന്റെ പേര് പറഞ്ഞ് കലാപങ്ങൾ ഇന്ത്യയിലെമ്പാടും നടത്തുന്നു. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും, എന്നെ കേൾക്കുന്ന സംഘപരിവാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളും, അവരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അവരെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് ആ മനസ്സിൽ സ്നേഹത്തിന്റെ, വിനയത്തിന്റെ ഒക്കെ ഭാവം ചോർത്തിയെടുത്ത് പകരം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിഷം കുത്തിവെച്ചിട്ടാണ് നമ്മുടെ ഈ സഹോദരങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അവരെ തിരിച്ചു പിടിക്കണം, അവരെ തിരിച്ച് നമ്മുടെ കൂടെ നിർത്തണം. അതിനിവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അവസാനത്തെ ശ്വാസം വരെയും ഇന്ത്യയുടെ മതനിരപേക്ഷതയും നമ്മുടെ അവകാശവും മറ്റെല്ലാവരുടെയും അവകാശവും കാത്തു സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് നമ്മൾ എടുക്കും എന്നുള്ള ശക്തമായ പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞയാണ് ഇന്ത്യ രാജ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ ഹരിയാനയിലെ സംഭവം ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അന്ന് അതിനുശേഷമാണ് ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ പറഞ്ഞു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന, അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു പ്രദേശത്തിന്റെ പേരാണ് ഹരിയാന, ഒരു സംസ്ഥാനത്തിന്റെ പേരാണ് ഹരിയാന. 17%. ഇന്ത്യയിൽ ശരാശരി തൊഴിലില്ലായ്മ 10%, 11%. പക്ഷെ 17% അഭ്യസ്ത വിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ അലഞ്ഞു തിരിയുന്ന ഒരു പ്രദേശം കൂടിയാണ് ഹരിയാന. ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ചെറുപ്പക്കാർക്ക്, നിരാശരായ ചെറുപ്പക്കാർക്ക് സംഘപരിവാർ കൂട്ടങ്ങൾ കൊടുക്കുന്ന പണി എന്താണ്? അവർക്ക് 2 വീലർ കൊടുക്കുന്നു. അവരോട് പറയുന്നു, ഗോഹത്യ നിരോധിച്ചിട്ടുള്ള പ്രദേശമാണ്, നിങ്ങൾ ഈ ഗ്രാമാന്തരത്തിലുള്ള റോഡുകളിലൂടെ ഈ 2 വീലറുമായി പോകണം. അവിടെ ആരാണ് പശുവിനെ കടത്തുന്നത്, അവിടെ ആരാണ് പശുമാംസം കഴിക്കുന്നത്, ബീഫ് കഴിക്കുന്നത്, അവനെ അടിച്ചു കൊല്ലണം. ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ചെയ്യുകയാണ് ഇന്ത്യയിലെമ്പാടും. നമ്മുടെ അടുക്കളയിലേക്ക് താടിയും മീശയും വളർത്തി ആരെങ്കിലും ട്രെയിനിലുണ്ടോ എന്ന് അന്വേഷിച്ചു
ഉപേക്ഷിച്ച് നമ്മുടെ കുട്ടികളെ കൊല്ലുന്നു. മുസ്ലിം ആയതുകൊണ്ട് കൊല ചെയ്യപ്പെടുന്നു. ഇതാ നോക്കൂ, മണിപ്പൂരിൽ 1 വർഷക്കാലത്തിലേറെ കത്തുകയാണ് മണിപ്പൂർ. സംസ്ഥാനം ഭരിക്കുന്നതും BJP, കേന്ദ്രത്തിലും BJP. ഡബിൾ എഞ്ചിൻ സർക്കാർ എല്ലാവിധ ശക്തിയോടും കൂടി പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തിനകത്ത് കമ എന്നൊരക്ഷരം മിണ്ടാൻ, ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെല്ലുന്നില്ല. കേരളത്തിൽ വന്നു ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന്, അംബാനിയുടെ മകന്റെ കല്യാണത്തിന്, അങ്ങനെ ശതകോടീശ്വരന്മാരുടെ ഒക്കെ കല്യാണങ്ങൾ കൂടി കയറിയിറങ്ങുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് സ്ത്രീകളും കുട്ടികളും ന്യൂനപക്ഷ വിഭാഗങ്ങളും ഇരുവിഭാഗങ്ങളും മെയ്ത്തികളും കുക്കികളും തമ്മിൽ തല്ലി യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോ അവിടേക്ക് കടന്നു ചെല്ലാനോ അവിടുത്തെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനോ ഇന്ത്യൻ സൈന്യത്തിന്റെയോ പട്ടാളത്തിന്റെയോ ഒരു ശേഷിയും ഉപയോഗിക്കാനോ തയ്യാറായില്ല എന്നുള്ള അത്യന്തം അരാജകമായ കാഴ്ച ഞാനും നിങ്ങളും കണ്ടു. പ്രിയമുള്ളവരെ, ഫാസിസത്തിന്റെ മുഖം ഭീതിതമാണ് എന്ന് ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അവകാശം എടുത്തു കളയുന്നു. ഇന്ത്യയിലെ പൗരരാകാനുള്ള അവകാശം എന്താണ് എന്ന് നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ, ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദേശീയതയുടെ അടിസ്ഥാനത്തിൽ. ഇവരെന്താക്കി? വംശീയ വെറുപ്പിന്റെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിൽ പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കേണ്ടതില്ല. ആദ്യം പിടിക്കുന്നത്, അപ്പോ ജർമ്മനിയിൽ ഹിറ്റ്ലർ പരീക്ഷിച്ച അതേ തന്ത്രം, ആദ്യം ഓരോരുത്തരെയായി പിടിക്കുക. ഇപ്പൊ മുസ്ലിങ്ങളല്ലേ, കുഴപ്പമില്ല എന്ന് ആശ്വസിച്ച ചില ആളുകളെങ്കിലും ഞെട്ടിയ സംഭവമായിരുന്നു ഒറീസയിൽ നമ്മൾ കണ്ടത്. പതുക്കെ മതന്യൂനപക്ഷങ്ങളെ ഓരോരുത്തരെയായി അവർ പറഞ്ഞിട്ടുണ്ട്, അവരുടെ വിചാരധാരയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ബ്രിട്ടീഷുകാരല്ല. അന്ന് ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരല്ല, മറിച്ച് RSSകാരെ, വിശ്വ ഹിന്ദു പരിഷത്തുകാരെ, സംഘപരിവാർ ശക്തികളെ നിങ്ങളുടെ ആയുസ്, ഊർജം, ബലം ഇതൊന്നും അനാവശ്യമായി ബ്രിട്ടനെതിരെ പടപൊരുതി കളയരുത്. നിങ്ങൾ അത് ഉപയോഗിക്കേണ്ടത് ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾക്കെതിരെയാണ്. ആരാണ്? മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, മിഷണറിമാർ, കമ്മ്യൂണിസ്റ്റുകാർ. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ അല്ലെ ഇപ്പോഴും വില പറയല്ലേ? ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് കോടിക്കണക്കിന് വിലയുണ്ട് എന്നവർ പറയുകയല്ലേ? ആ തല കൊയ്തു വന്നാൽ കോടികൾ നിങ്ങൾക്ക് തരാം. എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ തലയ്ക്ക് മാത്രം വിലയുള്ളതായി? എന്തുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസിന്റെ, AICCയുടെ നേതൃത്വത്തിന്റെ, നമ്മളൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഭാവി പ്രധാനമന്ത്രിയോ രാജകുമാരിയോ ഒക്കെയായി കൊട്ടിഘോഷിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ, രാഹുൽ ഗാന്ധിയുടെ ഒക്കെ തലയ്ക്കെന്തേ വിലയില്ലാതെയായി? കാരണം അവർ ബാബറി പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിയാൻ ഇഷ്ടികയുമായി ക്യൂ നിന്നവരാണ് എന്ന് RSSനറിയാം, എന്ന് വിശ്വ ഹിന്ദു പരിഷത്തിനറിയാം, എന്ന് സംഘപരിവാർ ശക്തികൾക്കറിയാം. അപ്പോ അതുകൊണ്ട് അവരെ ഭയക്കേണ്ടതില്ല. അവരിൽ നിന്ന് പോരാത്ത ആളുകളെ കൂടി, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജയിച്ച ആളുകളെ കൂടി കോടികൾ കൊടുത്താൽ കൂടെ പോരും. മുഖ്യമന്ത്രിമാർ, 13ഓളം മുഖ്യമന്ത്രിമാർ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. നാളെ ആരാണ്? നാളെ ഞാനും പോകും, ഇഷ്ടമുള്ള, എനിക്കിഷ്ടം തോന്നിയാൽ ഞാൻ RSS ആകും എന്ന് പറയുന്ന ആൾ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ KPCCയുടെ നേതൃത്വം ഉള്ള ഒരു നാട്ടിലാണ്. വീര സവർക്കറുടെ പടത്തിന് മുൻപിൽ ഒച്ചാനിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് വിളക്ക് കൊളുത്തുന്ന പ്രതിപക്ഷ നേതാവുള്ള കോൺഗ്രസ് എന്ന് വളരെ കൃത്യമായി, നമ്മളെക്കാൾ കൃത്യമായി കോൺഗ്രസിന്റെ മനസ്സ്, കോൺഗ്രസിന്റെ വിചാരം, കോൺഗ്രസിന്റെ ചിന്ത കൃത്യമായി അറിയുന്ന വിഭാഗമാണ് സംഘപരിവാർ. അതുകൊണ്ട് അവരുടെ തലയ്ക്ക് അവർ വില പറയില്ല. ശ്രീ പിണറായി വിജയന്റെ തലയ്ക്ക് വില പറയാൻ കാരണം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഏതറ്റവും വരെ പോകുവാൻ ഇടതുപക്ഷം തയ്യാറാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നു, അതുപോലെ മുത്തലാഖ് ബില്ല് കൊണ്ടുവരുന്നു. മുസ്ലിങ്ങൾ മാത്രം ഒരു കാര്യം ചെയ്താൽ അത് അവർ കുറ്റം, ഇതേ കാര്യം മറ്റു മതസ്ഥർ ചെയ്താൽ അത് കുറ്റമല്ല. ഇങ്ങനെ വിവേചനം മുസ്ലിം മതവിഭാഗത്തോട്, ന്യൂനപക്ഷത്തോട്. ഏകീകൃത സിവിൽ കോഡ് അല്ലേ? ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയിലെ
ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ മുൻപ് പരാമർശിച്ച ഒട്ടേറെ കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഒന്ന് ജനാധിപത്യമാണ്, എല്ലാവരെയും കരുതലാണ്. മറ്റൊന്ന് മതനിരപേക്ഷതയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളലാണ്. മറ്റൊന്ന് നീതിയാണ്, സ്വാതന്ത്ര്യമാണ്, സമത്വമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, നിർദ്ദേശക തത്വങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ തങ്ങൾക്കൊരു താല്പര്യമുണ്ട്. ആ താല്പര്യത്തിനു വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ, ജീവിക്കാനുള്ള അവകാശങ്ങൾ. ഇന്നും ഇന്ത്യയുടെ അവസ്ഥ എന്താ? പട്ടിണിപ്പാവങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. 127 രാജ്യങ്ങളിൽ 107ാം സ്ഥാനത്ത് പട്ടിണിക്കോലങ്ങൾ. തൊഴിലില്ലായ്മ, ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഉള്ള ഒരു മഹാരാജ്യം. കിടക്കാനിടമില്ലാതെ നമ്മൾ അടുത്ത വാർത്ത വായിക്കാൻ പോകുന്നത് കൊടും തണുപ്പിൽ വിറങ്ങലിച്ച് ഇന്ത്യയുടെ സ്ഥിരാകേന്ദ്രത്തിൽ ഡൽഹിയിലും UP-യിലും ഒക്കെ മരണപ്പെടാൻ പോകുന്ന വാർത്ത കഴിഞ്ഞ വർഷങ്ങളെ പോലെ നമ്മൾ വായിക്കാൻ പോകുകയാണ്. ഈ തണുപ്പ് കാലത്ത്, കഠിനമായ ചൂടുകാലത്ത് അത്യുഷ്ണം മൂലം കരിഞ്ഞ് മരണപ്പെടുന്ന ആളുകൾ ജീവിക്കുന്നത്. കാരണം തലയ്ക്ക് മീതെ ഒരു കൂര പോലുമില്ല. നമ്മളിപ്പോ നല്ലൊരു കൂരയ്ക്ക് താഴെയാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. കിടന്നുറങ്ങാൻ കൂരയില്ലാത്ത കോടിക്കണക്കിന് ജനങ്ങൾ, പ്രാഥമിക കൃത്യത്തിന് കക്കൂസോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്ത കോടിക്കണക്കിന് കുടുംബങ്ങൾ, വൈദ്യുതി ഇല്ലാത്ത കുടുംബങ്ങൾ, കുടിവെള്ളമില്ലാത്ത കുടുംബങ്ങൾ, അക്ഷരാഭ്യാസം, വിദ്യാഭ്യാസത്തിന് പ്രായമായ 3 കോടിയോളം വരുന്ന കുട്ടികൾ വിദ്യാലയത്തിന് പുറത്തുള്ള ഒരു രാജ്യത്തിന്റെ പേര് കൂടിയാണ് ഇന്ത്യ. ഇങ്ങനെ ഇല്ലായ്മയുടെ, മനുഷ്യനെടുത്ത് അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലാത്ത ഒരു രാജ്യത്താണ് മതത്തിന്റെ പേര് പറഞ്ഞ് വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ച് എന്റെയും നിങ്ങളുടെയും അവകാശ പോരാട്ടങ്ങളുടെ മുനയൊടിക്കാൻ വളരെ കൃത്യമായി ഫാസിസം കോർപ്പറേറ്റുകളുമായി സന്ധി ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ഭീകരമായ വാഴ്ചയിലേക്ക് നയിക്കുന്നത്. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ അടുത്ത ദിവസം നമ്മുടെ ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിൽ കുറച്ച് കുട്ടികളുടെ ശില്പങ്ങൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത്? 84 എണ്ണം വരുന്ന കുട്ടികൾ, 2 വയസ്സിനും 18 വയസ്സിനും പ്രായപരിധിയിലുള്ള കുട്ടികൾ, അവർ നമ്മളോട് ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത്? പ്രിയമുള്ളവരെ, ഈ കുട്ടികളെ ട്രക്കിൽ കയറ്റി കൊണ്ടുപോയി വിഷവാതകം കടത്തിവിട്ട് കൊല ചെയ്യപ്പെട്ട കുട്ടികളാണ്, കൊല്ലപ്പെട്ട കുട്ടികളുടെ രൂപമാണത്. ചെക്ക് റിപ്പബ്ലിക്കിൽ ഈ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു മ്യൂസിയത്തിനകത്ത്. ഞാൻ ചുരുക്കുകയാണ്, ഇതേ ചോദ്യം ഭാവിയിൽ നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കാൻ ഇടവരുത്തരുത്. അങ്ങനെ ഇടവരുത്താതിരിക്കാൻ മറവികൾക്കെതിരെ ഓർമ്മകളുടെ സമരമായി നമ്മുടെ രാഷ്ട്രീയത്തെ, മറവികൾക്കെതിരെ ഓർമ്മകളുടെ സമരമായി നമ്മുടെ രാഷ്ട്രീയത്തെ മാറ്റാൻ, ചിന്തകന്മാർ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ രാഷ്ട്രീയത്തെ മാറ്റാൻ കരുത്തു പകരുന്ന ദിനമായി ഈ ഡിസംബർ 6 എന്നും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനിയൊരു പള്ളിയും ഇനിയൊരു ആരാധനാലയവും തകർക്കാൻ സംഘപരിവാരങ്ങൾക്ക് മനസ്സിന് കരുത്ത് കൊടുക്കാതിരിക്കാൻ മറവികൾക്കെതിരെ ഓർമ്മകളുടെ ശബ്ദം നമ്മൾക്ക്, ഓർമ്മകളുടെ രാഷ്ട്രീയം നമ്മൾക്ക് ഉയർത്തിപ്പിടിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഫാസിസ്റ്റ് വിരുദ്ധ സായാഹ്നത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സഹോദരന്മാരെ, അത്യുജ്വലമായ ഒരു അഭിവാദ്യ പ്രഭാഷണം